കഴിഞ്ഞ ദിവസമാണ് ഒരാൾ ലിഫ്റ്റിൽ 1.5 ദിവസത്തിലധികം കുടുങ്ങിയെന്ന വാർത്ത നമ്മൾ വളരെ ആശങ്കയോടുകൂടി കേട്ടത്. വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലിഫ്റ്റിൽ വീണ്ടും ആൾ കുടുങ്ങിയിരിക്കുകയാണ്. അത്യാഹിത വിഭാഗത്തിലേക്കുള്ള ലിഫ്റ്റിലാണ് ഡോക്ടറും രോഗിയും കുടുങ്ങിയത്. TS ഹരികൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഇവരെ രക്ഷിച്ചോ? ആദ്യം ഇവരെ പുറത്തെത്തിച്ചോ? പുറത്തെത്തിച്ചു. ഏകദേശം ഒരു 2 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് 15 മിനിറ്റ് കൊണ്ട് ഇവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നാണ് അവിടുന്ന് ലഭ്യമാകുന്ന വിവരം. അതായത് സംഭവിക്കുന്നത് ഇതാണ്: അത്യാഹിത വിഭാഗത്തിൽ നിന്ന് CT സ്കാനിലേക്ക് രോഗിയും ഡോക്ടറും ഒപ്പം രോഗിക്കൊപ്പം ഉണ്ടായിരുന്നയാളും, ഈ 3 പേരും കൂടി ആ ലിഫ്റ്റിൽ പോവുകയായിരുന്നു. ആ സമയത്താണ് ലിഫ്റ്റ് തകരാറിലാവുന്നത്. അപ്പോൾ തന്നെ അവിടെയുള്ള ജീവനക്കാരും മറ്റൊക്കെ ഇത് ശ്രദ്ധിക്കുകയും ചെയ്തു. അതിനിടയിൽ സെക്യൂരിറ്റി ഓഫീസറെയും മറ്റ് ജീവനക്കാരെയും വിളിച്ചു. അവർ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പോലീസും ആ സമയത്ത് അവിടെ എത്തുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിൽ തന്നെ സെക്യൂരിറ്റി മറ്റുമൊക്കെ കൃത്യമായി ഇടപെട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് ഇവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല ഹരി, ഇതിപ്പം ഒരു സ്ഥിരം സംഭവമാവുകയാണ്. ഇതിൽ ഡോക്ടറുണ്ട് കൂട്ടിരിപ്പോയി. പക്ഷേ അത്യാഹിത വിഭാഗത്തിലേക്കൊക്കെ പോകുന്ന ഒരാളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത്രയും വയ്യാതെ എത്തിയ ഒരു രോഗിയായി. ഉറപ്പായിട്ടും വളരെ ഗൗരവമുള്ള സംഭവമാണ്. മാത്രമല്ല, ഇന്നലെയും ഒരു സംഭവം ഉണ്ടായി നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റുകൾക്കൊക്കെ എന്തൊക്കെയോ തകരാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ലിഫ്റ്റുകൾ അവിടെ ഉണ്ട്. പല രോഗികളും അതിനെ ആശ്രയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗത്തിൽ നിന്ന് CT സ്കാനിലേക്ക് ഈ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം CT സ്കാനിലെത്തി അവിടെ സ്കാൻ എടുക്കുന്ന തിരക്കിൽ നിൽക്കുകയാണ് രോഗി എന്നാണ് അറിയുന്നത്. ആ കൂടെ ഉണ്ടായിരുന്നയാളും ഇപ്പോൾ CT സ്കാൻ എടുക്കുന്ന ആ ഭാഗത്താണുള്ളത്. ഡോക്ടർ അതിൻ്റെ ഒപ്പം ഉണ്ട് താനും. അപ്പോൾ ഇതിനു മുമ്പും ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റുകൾക്കുള്ള തകരാറുകൾ പൂർണ്ണമായും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും മറ്റ് അത്യാഹിത സംഭവങ്ങളൊന്നും ഇത് ഉണ്ടായില്ല. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇവരെ രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ ദിവസം കുടുങ്ങിയ രവീന്ദ്രൻ നായരുടെ മകൻ ഇന്ന് പറയുന്നുണ്ടായിരുന്നു, അതായത് ഇത്ര മണിക്കൂറുകൾ 1.5 ദിവസം കുടുങ്ങിക്കിടന്നിട്ട് പുറത്ത് അറിയിക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള അതിനുള്ള ഒരു തരത്തിലുള്ള സജ്ജീകരണങ്ങളും അവിടുത്തെ ലിഫ്റ്റിലില്ല എന്ന്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും സമാനമായ വാർത്ത വരികയാണ്. അത് എത്രയോ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. ആശുപത്രിയാണ്, ICUവിലേക്ക് പോകേണ്ട രോഗിയാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്നലെ ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷവും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. ഹരി, ഇന്നലത്തെ വിഷയം ഉണ്ടായതിനു ശേഷം അതിന് ജീവനക്കാർക്ക് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ നടപടി കൊണ്ട് മാത്രം തീരുന്നില്ല. അല്ല, ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഈ ലിഫ്റ്റ് നന്നാക്കാൻ ശ്രമിച്ചിരുന്നോ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു നടപടി എടുത്തത് കൊണ്ട് മാത്രം തീരുന്നില്ല. തകരാറുള്ളത് ലിഫ്റ്റിനാണ്. ആ തകരാറ് വേണം മാറ്റേണ്ടത്. ആ തകരാറ് മാറ്റാതെ ഇതിങ്ങനെ തുടരുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. മാത്രമല്ല, ഇന്നലത്തെ സംഭവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു രവീന്ദ്രൻ നായർ അതിൽ കുടുങ്ങിയതിനു ശേഷം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ രോഗിയും ഒപ്പം തന്നെ ഡോക്ടറും ഒപ്പം ഉണ്ടായിരുന്നാലും ലിഫ്റ്റിൽ കുടുങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിൽ ചിലർ ഇത് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവരെ കൃത്യമായി ഇടപെട്ട് അപ്പോൾ തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഒരുപക്ഷെ അവരെയും ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുണ്ടായിരുന്നുവെങ്കിൽ നമുക്കറിയാം, ഇന്നലെ രവീന്ദ്രൻ നായർ നമ്മുടെ ചർച്ചയിലൊക്കെ പറഞ്ഞിരുന്നു, അതിനകത്ത് ഫോണിന് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. ഈ ലിഫ്റ്റിനുള്ളിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ ഫോണിനൊന്നും റേഞ്ച് കിട്ടണമെന്നില്ല. അങ്ങനെയുള്ളൊക്കെ സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇത് അത്യാഹിത വിഭാഗത്തിൽ നിന്ന് CT സ്കാനിലേക്ക് പോകുന്ന ലിഫ്റ്റാണ്. അവിടെ ഇതിന് ശേഷവും പിന്നെയും രോഗികൾ വരാം. എന്തെങ്കിലും ലിഫ്റ്റിന് തകരാറുണ്ടോ അങ്ങനെ എഴുതി വയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് രോഗികൾ ഇതിനെ ആശ്രയിക്കും. ഇനി ഈ ബിൽഡിങ്ങിലെ മാത്രം ലിഫ്റ്റിൻ്റെ മാത്രം ഈ തകരാറ് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ നടന്നത് വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഇതുപോലെ ലിഫ്റ്റുകൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ മറ്റുള്ള രോഗികൾ ഇത് ആശ്രയിച്ച് എത്തുന്നുണ്ട്. ആ സമയത്ത് എന്തെങ്കിലും തകരാറ് വരികയാണെങ്കിൽ അവർ അതിൽ കുടുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമ്മൾ പോകുന്ന സമയത്തൊക്കെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ലിഫ്റ്റിന് തകരാറുണ്ട് എന്നുള്ള രീതിയിട്ടുണ്ട്. പക്ഷേ ആ തകരാറ് പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഗൗരവമുള്ള പ്രശ്നം. ശരി, ഇന്നലെ ഇപ്പം രവീന്ദ്രൻ നായരുടെ മകൻ പറയുന്നുണ്ടായിരുന്നു, അവിടെ ഇപ്പം ഒരു ലിഫ്റ്റ് ഇങ്ങനെ പകുതി ഉയർന്നു നിൽക്കുകയാണ്. അങ്ങനെ 2 ദിവസം നിന്നിട്ട് പോലും ഒരു ജീവനക്കാരൻ പോലും അത് ശ്രദ്ധിച്ചില്ല. ഒരു CCTV ക്യാമറയോ ഇല്ല. അങ്ങനെ ഒരു തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇല്ല. ഇന്നലെ രവീന്ദ്രൻ നായരുടെ മകൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അച്ഛനായതിനെ കൊണ്ട് സർവൈവ് ചെയ്തു, മറ്റേതെങ്കിലും രോഗിയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന്. ഇന്നതായിപ്പോൾ ഒരു രോഗിയാണ്, അതും അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോകാനിരുന്ന ഒരു രോഗിയാണ് ഈ ലിഫ്റ്റിൽ കുടുങ്ങിയത്. ശ്രദ്ധിക്കണം. നമ്പർ 1 കേരളം, ആരോഗ്യ കേരളം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷേ അത് കാര്യക്ഷമമായി വേണമെങ്കിൽ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ഇനി ആവർത്തിക്കാതിരിക്കുക തന്നെ വേണം.